ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സമയത്തിന് മുതലും പലിശയും തന്നില്ലെങ്കിൽ നീ അവിടെ എത്തൂന്നും പറയണം. ഇപ്പോഴത്തെ വിഷ്ണുവായിട്ടല്ല, പഴയ സത്യഭാമയുടെ മകൻ വിഷ്ണുവായിട്ട്. ഇതെന്ത് കൊച്ചുകുട്ടികളെ പോലെ? നമ്മള് കൊച്ചുകുട്ടികളാണല്ലോ. പ്രായം എത്രയായാലും നമ്മുടെ മനസ്സങ്ങനെയല്ലേ. ഉറക്കം വരാത്ത രാത്രികളിലൊക്കെ ഞാനിതേ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ ഇരുന്ന് പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കും. നമ്മള് കണ്ടുമുട്ടിയത്, നമ്മൾ പ്രണയം തുടങ്ങിയത്, പഴയ ആ പ്രണയ നിമിഷങ്ങളൊക്കെ ഓർമ്മയിൽ തെളിയും. അപ്പൊ താൻ എന്റെ ഒപ്പുണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാവും. എന്റെ അമ്മോ, ആ സുഖമുള്ള ഓർമ്മയില് ഞാൻ ഇങ്ങനെ ഉറങ്ങിപ്പോവും. ആ ഉറക്കത്തിനെ ഒരു പ്രത്യേക സുഖ. ഇന്നിപ്പോ അങ്ങനെ ഓർക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, കൺമുന്നില് നിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ റൂമിൽ പോയിട്ട് ഒരുമിച്ച് പഴയ കാര്യങ്ങൾ ഓർക്കാം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് കുറച്ച് അയ്യേ, എന്താ ഇത്? ഞാനല്ല, രണ്ടുപേരും കൂടി ഇവിടെ വന്ന് കെട്ടിപ്പിടിച്ച് നിക്ക. ഒരു നാണോ ഇല്ല. അമ്മേ, ഇവിടെ വന്ന് നിക്കായിരുന്നോ? അമ്മയെ ഞാൻ എവിടെയൊക്കെ നോക്കി. അമ്മയെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരത്തില്ലെന്ന് അറിയാലോ. അമ്മ വന്നേ, വാ. ചെന്നോ മോളെ കെട്ടിപ്പിടിച്ച് കടന്നോ. ഞാനിവിടെ എവിടെയൊക്കെ ഇരുന്നോളാം. അതാകുമ്പോ പഴയ ഓർമ്മകളെങ്കിലും കൂട്ടിനുണ്ടാവുമല്ലോ. അമ്മ വന്നേ അമ്മേ, അച്ഛൻ എന്തെങ്കിലും വന്നേ അമ്മേ. നീ എന്റെ അടുത്തേക്ക് വരൂട്ടീ സത്യഭാമേ. ഓ പിന്നെ വന്ന തന്നെ, ഒന്ന് പൊയ്ക്കാച്ച അവിടുന്ന്. എന്റെ വിഷ്ണുവേട്ടാ, എന്റെ വിഷ്ണുവിന്റെ ഒരു കാര്യം. മോളെ, ഞാൻ രാമേട്ട, അതെ രാമേട്ട, ഞാനേ വിഷ്ണുവേട്ടനാണെന്ന് കരുതി. അത് കുഴപ്പമില്ല കുഞ്ഞെ. അല്ല, എന്നാലും ഈ ചില സമയത്തെ വിഷ്ണുവേട്ടൻ കൊച്ചു കുഞ്ഞുങ്ങളെ പോലെയാ. പിള്ളേരെക്കാളും നിർബന്ധ. വിഷ്ണു കുഞ്ഞിന് ജോലി പോയതിൽ സങ്കടമുണ്ടോ മോളെ? ഏയ്, അത് താൽക്കാലിക വേക്കൻസി ആയിരുന്നു എന്ന് വിഷ്ണുവേട്ടൻ അറിയാമായിരുന്നല്ലോ. എന്നാലും തിരിച്ചു കയറുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വിഷ്ണു കുഞ്ഞിനെ ഫേസ് ചെയ്യാൻ. വിഷ്ണുവേട്ടൻ അതൊക്കെ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ആളാ. അതോർത്ത് രാമേട്ടൻ വിഷമിക്കണ്ട. ഓക്കെ മോളെ, ഇപ്പോഴാ എനിക്ക് എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. എന്റെ ഹൃദയ സരസിലെ പ്രണയ പുഷ്പമേ, ഇനിയും നീ കഥ പറയൂ. ഈ കഥയിലെ നായകൻ ഞാനല്ലേ, അല്ലാതെ വില്ലനല്ലല്ലോ. പിന്നെ എന്തിനാണോ താൻ എന്നോട് ഇത്ര ദേഷ്യം കാണിക്കുന്നേ? ഞാനിപ്പോ എന്താ ഓർക്കണമെന്നറിയോ? ഒരു ഫയലായിട്ട് അങ്ങോട്ട് മാറിയാ മതിയായിരുന്നു എന്നാ. അല്ല, അതാവുമ്പോ നീ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവൂല്ലോ. അന്നത്തെ വിഷ്ണു അല്ല ഇന്നത്തെ വിഷ്ണു. ഒരിക്കൽ നിന്റെ ഇടതും വലതും മുന്നിലും പിന്നിലും നിന്നേ നിനക്ക് സംരക്ഷണം തരുന്ന നിന്റെ മകനെ ഇന്നൊരു ഭർത്താവാ
അവനൊരു കുടുംബമുണ്ട്. അവനിനി നിന്റെ അടികൂടുന്ന പണിക്ക് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? സംശയിക്കണ്ട. അതെ, നിന്റെ ജീപ്പ് തന്നെയാ. ഞാനത് തിരിച്ചെടുത്തു. ദാ, കീ. പിടിക്ക്. പിടിക്കടാ. ഇനിയേ നമുക്കിത് വേണം. ഡാ, നിനക്ക് വല്ലതും മനസ്സിലായോ? എടാ, എന്റെ കയ്യിലിരിക്കുന്ന ഈ പണം കണ്ടിട്ട് നിനക്കൊന്നും മനസ്സിലായില്ല? ഇല്ല. എടാ, നമ്മൾ എന്താണോ ചെയ്തിരുന്നത് അത് വീണ്ടും ചെയ്യാൻ പോന്നു. അതിനെ ആദ്യം വേണ്ടത് ഈ വണ്ടിയാ. വണ്ടി എടുത്തു. ഇനി വേണ്ടത് നിന്നെയാ. എന്നെയാ? അതെ. ഇനി നീ ആ ഡ്രൈവർ പണിക്കൊന്നും പോണ്ട. നിനക്ക് ചെയ്യാൻ ഇനി ഇവിടെ ജോലിയുണ്ട്. ഇത് കൊണ്ടുപോയി മാർക്കറ്റിനകത്തെ തോമസിന് കൊടുക്കണം. പഴയ പലിശയ്ക്കല്ല, പുതിയ പലിശയ്ക്ക്. സമയത്തിന് മുതലും പലിശയും തന്നില്ലെങ്കിൽ നീ അവിടെ എത്തൂന്നും പറയണം. ഇപ്പോഴത്തെ വിഷ്ണുവായിട്ടല്ല, പഴയ സത്യഭാമയുടെ മകൻ വിഷ്ണുവായിട്ട്. ദാ, പിടിക്ക്. അതമ്മേ, ഞാനിപ്പോ... എന്താ, നിനക്ക് വയ്യേ? എന്നാ സുഖമില്ലാത്ത നിന്റെ അച്ഛനെ വിടാം. അല്ലെങ്കിൽ പണം കൊടുക്കാൻ ഞാൻ പോകാം. എനിക്കെന്തായാലും ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ പറ്റില്ല.